ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. എന്തെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് കറിയാണ്. എല്ലാവർക്കും അറിയാവുമെന്ന് എനിക്കറിയില്ല. ചിലർക്ക് അറിയാമായിരിക്കാം, ചിലർക്ക് അറിഞ്ഞൂടായിരിക്കാം. പക്ഷേ ഇത് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോസാണിത്. എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്തായിരുന്നാലും, തെറ്റായിരുന്നാലും ശരിയായിരുന്നാലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റിൽ പറയാം കേട്ടോ. നിങ്ങൾ നല്ലത് ഇച്ചിരി പറയണം, നല്ലതെങ്കിലും പറയണം, ചീത്തയും കുറേ കാര്യങ്ങൾ പറയരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ച് ഒരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ചെത്തി അരിയുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം ഞാൻ അപ്പം ഞാൻ ഇത് ചെത്തി തീർക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്നത് 3 ഉരുളക്കിഴങ്ങും 2 സവാളയാണ് എടുക്കുന്നത്. സവാള നല്ലപോലെ തൊലിച്ച് എടുത്ത ശേഷം കഴുകി വൃത്തിയാക്കി 3 നല്ലപോലെ അരിഞ്ഞ് വയ്ക്കണം കേട്ടോ. ഫസ്റ്റ് അരിയുന്നത് നമ്മൾ ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് കഷ്ണമായിട്ട് അരിയണം. കാണുമ്പോൾ തന്നെ മാങ്ങ കണക്ക് തോന്നുന്നില്ലേ ഗൈസ്? അപ്പോൾ നമ്മൾ മാങ്ങ പോലെ അരിഞ്ഞ് എടുക്കുന്നു കേട്ടോ. ഉരുളക്കിഴങ്ങാണ് കേട്ടോ സത്യത്തിൽ. അപ്പോൾ കുക്കറിലാക്കി ഇച്ചിരി വെള്ളം ഒഴിച്ച് കുക്കർ ഒന്ന് അടച്ച് ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. കൂടുതൽ വെച്ചാൽ കുക്കർ ചൂടായി അവിഞ്ഞങ്ങ് പോകും. കുറേ അവിയണ്ട കേട്ടോ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് കുക്കർ അടച്ച് ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടച്ച് നമ്മൾ കുക്കർ വയ്ക്കുക. നിങ്ങൾക്ക് ഉപ്പ് കുറേ വേണമെങ്കിൽ കുറേ ഇടാം, ഇത്തിരി വേണമെങ്കിൽ ഇത്തിരി ഇടാം. പക്ഷേ ഇത്തിരിയാണ് നല്ല ടേസ്റ്റ് കേട്ടോ. കുറേ ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ കുറേ ഉപ്പിടണം, ഇച്ചിരി കൂടുതൽ മഞ്ഞളും ഇടണം. അപ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് അടുപ്പുണ്ടെങ്കിൽ അതിൽ ചെയ്യുക. അത് ഇത്തിരി കുറച്ച് വയ്ക്കണം. ഫ്ലെയിമും അല്ല കൂടുതലും അല്ല, നോർമലിൽ വെക്കണം. പിന്നെ അല്ലാത്ത നമ്മൾ സ്റ്റൗ ആണെങ്കിൽ അത് 1000 കൊടുത്തിരിക്കും, 1000 വെച്ചിരിക്കണം. ഇനി അടുത്ത നമ്മൾ സവോളയാണ് അരിയുന്നത് കേട്ടോ. സവോള നല്ലപോലെ അരിഞ്ഞ് വയ്ക്കണം. ഈ നീണ്ട കഷ്ണം പോലെയൊക്കെ ഇത്തിരിയായിട്ടൊക്കെ വരണം. നല്ല കൊത്തി അരിയേണ്ടി ചെയ്യണത്. നല്ലപോലെ അരിയണം. സവാളയും അരിഞ്ഞ് തീർന്നു. അടുത്തതായി അടുപ്പ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് അടുപ്പിലും ചെയ്യാം, അല്ലാത്ത അടുപ്പിലും ചെയ്യാം. അല്ലാത്ത അടുപ്പിലാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ ദോശയുടെ കൂടെയാണ് ഇത് തിന്നാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിൽ ഇടേണ്ട സാധനങ്ങൾ, ഇടിച്ച് പൊടിക്കേണ്ട സാധനങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. അതൊന്ന് ചെറിയ പാത്രത്തിലേക്ക് മാറ്റി വെച്ച് എടുത്ത് നമ്മൾ ഇഞ്ചിയാണ്, നല്ല ഇഞ്ചി പേസ്റ്റ് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ വേണ്ടപ്പെട്ട സാമഗ്രികളാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. കാണിച്ചു ഞാൻ ഇപ്പോൾ എന്തൊക്കെയാണെന്ന്. അത് ഞാൻ പറയാം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ അരിഞ്ഞു വെച്ച സവോള, ഉപ്പ്, കടുക്, കരുവേപ്പില എന്നിവയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു അടുപ്പിൽ ചട്ടിയോ എന്ത് വേണമെങ്കിലും വെക്കാം. ആ പാത്രത്തിൽ നമ്മൾ ഇത്തിരി എണ്ണ ചൂടായി വന്നിട്ട് കടുക് ഇട്ട് പൊട്ടി നല്ല വന്നിട്ട് കരുവേപ്പില ഇട്ട് നമ്മൾ മറ്റേ സവോളയിട്ട് നല്ലപോലെ കിണ്ടി വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ച സാധനം നല്ല ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാറ്റ് ഫുള്ളും നല്ല കളഞ്ഞില്ലെങ്കിൽ എടുത്താൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും നല്ല കളഞ്ഞിട്ടൊക്കെ എടുക്കാവൂ കേട്ടോ. ഗ്യാസ് കളഞ്ഞിട്ട് എടുക്കാവൂ. അപ്പോൾ നമ്മൾ ഇച്ചിരി കിണ്ടിക്കൊണ്ടിരുന്നതിൽ ഇച്ചിരി ഒന്ന് ഉപ്പിട്ട് കിണ്ടുക. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ചെയ്ത് നല്ലപോലെ ചപ്പിളി പോലെ ആയിട്ടുണ്ട്. ഇത്തിരി ചപ്പിളി ആയിട്ടുള്ളൂ, കുറേ നേരം ഇട്ടത് കൊണ്ടാണ് കേട്ടോ ഗൈസ്. അതായി വന്നതിന് ശേഷം നമ്മൾ ഇടേണ്ട സാധനങ്ങൾ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട ശേഷം നമ്മൾ അവിച്ച് വെച്ച് കുക്കറിലുണ്ടാക്കി നമ്മുടെ
ഉരുളക്കിഴങ്ങൊന്ന് ഇട്ട് വഴറ്റി ഒന്ന് എടുക്കാം കേട്ടോ. നല്ലപോലെ വഴറ്റിയ ശേഷം നമ്മൾ ചതച്ച് വെച്ചതും കൂടെ ഇത്തിരി ഇട്ടണം കേട്ടോ. മുമ്പേ ഇട്ടത് അതായിരുന്നു. എന്നിട്ട് നല്ലപോലെ കിണ്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇച്ചിരി നേരം അടച്ചും വെച്ച് കിണ്ടുകയൊക്കെ ചെയ്യണം. നല്ലപോലെ അതായി വരും വരെ നമ്മൾ കിണ്ടണം. വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കണം. അത് നല്ല വഴറ്റ് വരുമ്പോൾ ചപ്പിളി നമ്മളിപ്പം പായസം പോലെ ആവണം, എന്നാലേ നല്ല ടേസ്റ്റ് കാണുള്ളൂ. അല്ലെങ്കിൽ അവിൽ കണക്കൊക്കെ ആയിരിക്കും ഗൈസ്. അതുകൊണ്ട് നല്ലപോലെ വെള്ളം വഴണ്ട് വരും വരെ പായസം കണക്ക് നമ്മൾ നല്ലപോലെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഏകദേശം ഞാൻ അരമണിക്കൂർ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്തിരി നേരം ആയപ്പോൾ നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ നല്ലപോലെ ആക്കി എടുക്കണം. നിങ്ങൾക്കിനി ഉപ്പില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പും പൂരിയിട്ട് ഒന്ന് തിന്ന് നോക്കണം. ടേസ്റ്റ് ഒന്ന് തിന്ന് നോക്കണം കേട്ടോ ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം. നല്ലപോലെ കിണ്ടി കൊടുക്കണം കേട്ടോ ഗൈസ്. നിങ്ങളുടെ സ്റ്റൗ അടുപ്പിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ഇത്തിരി തീ കുറച്ചേ വെക്കാവൂ. തീ അടുപ്പിലാണെങ്കിൽ നല്ല കൂട്ടി വെക്കണം. അപ്പോൾ നമ്മൾ 2 ദോശ എടുത്തിട്ടുണ്ട്. ദോശ നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് കഴിക്കുന്നത് ഞാൻ പറഞ്ഞു. ദോശ എടുത്ത് ഇത്തിരി കറിയും ഒഴിച്ച് അങ്ങോട്ട് തിന്ന് നോക്ക് ഗൈസ്. ഇത് ടേസ്റ്റാണെന്ന്. ബൈ.